പറഞ്ഞ വാക്കുപാലിച്ച തിരുവനന്തപുരം നഗരസഭ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ മരണമടഞ്ഞ ജോയിയുടെ അമ്മയ്ക്കുള്ള വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും നഗരസഭയും ചേർന്ന് നിർമ്മിച്ച വീട് ഇന്ന് കൈമാറും. ചേർത്തിപ്പിടിച്ച സർക്കാരിനും നഗരസഭയ്ക്കും നന്ദി അറിയിച്ച ജോയിയുടെ അമ്മ മെൽഗി. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെയാണ് റെയിൽവേ കരാർ തൊഴിലാളിയായ ജോയി മരണമടഞ്ഞത്. പിന്നീട് ജോയിയുടെ കുടുംബത്തെ ചേർത്തുപിടിക്കുകയായിരുന്നു സർക്കാരും തിരുവനന്തപുരം നഗരസഭയും. ജോയിയുടെ അമ്മയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ നൽകാൻ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. പിന്നാലെ സ്വന്തമായി വീടില്ലാത്ത അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന നഗരസഭയും. ജോയിയുടെ അമ്മ താമസിക്കുന്ന മാരായമുട്ടത്തെ വീടിന് സമീപത്ത് തന്നെ ജില്ലാ പഞ്ചായത്ത് ഭൂമി കണ്ടെത്തി. മാർച്ച് 27-ന് തറക്കല്ലിട്ടു. വെറും 7 മാസം പിന്നിടുമ്പോൾ പറഞ്ഞ വാക്കുപാലിച്ച് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ചേർത്തുപിടിച്ച സർക്കാരിനും നഗരസഭയ്ക്കും നന്ദി അറിയിച്ച ജോയിയുടെ അമ്മ മെൽഗി. അവർ എത്രയും പെട്ടെന്ന് എനിക്കൊരു നല്ലൊരു വീട് വെച്ച് തന്നു. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ മകനെ മാലിന്യത്തിൽ കണ്ടെത്തി തന്നത് ഓപ്പറേഷൻകാരാണ്, ഇത് ഫയർഫോഴ്സുകാരാണ്. അവരെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തു. അവർ ചെയ്തതുകൊണ്ട് മാത്രം അവൻ്റെ രേഖ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ മന്ത്രിക്കും മേയർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ കോൺട്രാക്റ്റുകാർ ആത്മാർത്ഥമായി നല്ല രീതിയിൽ എനിക്ക് ഭവനം പണിതു. അവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ 5 സെന്റ് ഭൂമിയിലാണ് തിരുവനന്തപുരം നഗരസഭ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച വീട് ഇന്ന് കൈമാറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.